ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് നാരങ്ങ ജ്യൂസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വെറും ഒരു ജ്യൂസ് അല്ല, നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ ജ്യൂസ് നമുക്ക് നല്ല സ്റ്റാമിന ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബീട്രൂട്ട് നാരങ്ങ ജ്യൂസ്. ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു ഗുണങ്ങളെന്നും അറിയാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ബീട്രൂട്ട്, നാരങ്ങ, വെള്ളം എന്നിവയാണ് ആവശ്യമുള്ള ചേരുവകൾ. ഇവിടെ ഒരു ബീട്രൂട്ടിന്റെ പകുതി ഭാഗം വൃത്തിയാക്കിയതിനു ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ജ്യൂസ് ആക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ജ്യൂസ് അയൺ, ധാതുക്കൾ, വൈറ്റമിൻസ് എന്നിവയാൽ സമ്പന്നമാണ്. അനീമിയ ഉള്ളവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റാമിന ഉണ്ടാകാനും ഈ ഒരു ജ്യൂസ് സഹായിക്കും. മസിൽ പവർ മെച്ചപ്പെടുത്താനും അതുപോലെ BP കുറയ്ക്കാനും ഒക്കെ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പകുതി ഭാഗം നാരങ്ങയുടെ നീരാണ്. അപ്പൊ ആ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ ദഹനത്തിന് നല്ലതാണ്. അപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറാണ്. ഇതിനി അരിച്ചിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു അരിപ്പയിൽ ഒഴിച്ച് ഇതുപോലെ നീര് മാത്രമായിട്ട് അരിച്ചെടുത്താൽ മതിയാകും. നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ആഴ്ചയിൽ 1-2 തവണ ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ജ്യൂസിന്റെ അളവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ബീട്രൂട്ട് എടുക്കുക. അതുപോലെ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. അരഭാഗം നാരങ്ങയുടെ നീര് എടുത്താൽ മതിയാകും. അപ്പൊ ഒരു ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി ആഴ്ചയിൽ 1-2 തവണ കുടിച്ചു നോക്കുക. നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെയൊരു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഈ ജ്യൂസ് ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.